വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നത് വേദപുസ്തകം എടുക്കുവാൻ എനിക്ക് ശേഷം ഒരാളുണ്ടല്ലോ, അതവൻ എനിക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. അത് കഴിഞ്ഞിപ്പോൾ അവൻ വീണ്ടും മെഡിസിന് 3-ാം വർഷം ചേർന്ന് മെഡിസിൻ ഫിനിഷ് ചെയ്തു, റെസിഡൻസിയും ഫിനിഷ് ചെയ്തു. എൻ്റെ കർത്താവിൻ്റെ താമസമെങ്കിൽ ഈ ജൂണിൽ അവൻ ഗ്രാജുവേറ്റ് ചെയ്തിട്ട് മിഷണറി ഡോക്ടറായിട്ട് സേവ ചെയ്യാനാണ്. അതാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ ഒരു സാക്ഷ്യം എനിക്ക് കിട്ടി. എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ആരാധിക്കുന്നു, അവരുടെ മക്കൾ ഞങ്ങളോടൊപ്പം ആരാധിക്കുന്നു, എൻ്റെ പെങ്ങളും കുടുംബവും എൻ്റെ കൂടെ ആരാധിക്കുന്നു. അമേരിക്കയിലുള്ള ഒട്ടനവധി പേർക്ക് പറയാൻ കഴിയാത്ത ഒരു ഭാഗ്യപദവി ദൈവം ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് സഹോദരങ്ങൾക്ക് ഒന്നിച്ച് ഇന്ന് വരെ ആരാധിപ്പാൻ ഒരു ചർച്ചിൽ കുഞ്ഞുങ്ങൾക്ക് മലയാളം തിരിയുന്നില്ല, മലയാളം ചർച്ചിൽ പോയാൽ ഒന്നും കിട്ടുന്നില്ല എന്നും പറഞ്ഞു പോകാതെ ഞങ്ങളോടൊപ്പം ആരാധിപ്പാൻ. വൈഫ് എന്തുമാത്രം ശുശ്രൂഷയിൽ അങ്ങേക്ക് സഹായമാണ്? എൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ ബലം എൻ്റെ വൈഫാണ്. എനിക്ക് വേണ്ടി മുട്ടിപ്പായി ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ എവിടെ കടന്നു പോയാലും അദ്ദേഹമായിരുന്നു പ്രാർത്ഥിക്കും. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു കഥ, പ്രതിഫലം ലഭിക്കുമ്പോൾ എനിക്കായിരിക്കില്ല, നിനക്കായിരിക്കും പ്രതിഫലം കൂടുതലെന്ന് പറയാറുണ്ട്. വളരെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസി, വളരെ മാതൃകയായി വളരെ ചിട്ടയോടെ കുഞ്ഞുങ്ങളെ കുടുംബത്തെയും വളർത്തി നന്നായിട്ട് ദൈവനെ സംസാരിക്കും. ലേഡീസിൻ്റെയൊക്കെ ഒത്തിരി ചുമതലകൾ എടുത്തിട്ടുണ്ട്. ആ സുവിശേഷ വേലയിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയവും ജീവിതവും അങ്ങ് സമർപ്പിച്ചിരിക്കുക. എനിക്ക് എൻകറേജ്മെൻറ്റ്, ഞാൻ എപ്പോഴെങ്കിലും ക്ഷീണിച്ചാലും എൻകറേജ്മെൻറ്റ് അദ്ദേഹം. പുള്ളിക്കാരത്ത് അദ്ദേഹത്തിൻ്റെ പേരെന്താ? സൂസി വർഗീസ്. ദൈവദാസനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കൺവെൻഷനായിരുന്നു ഇപ്രാവശ്യത്തെ കുമ്പനാട് കൺവെൻഷൻ. കുമ്പനാട് കൺവെൻഷൻ്റെ ഒരു പ്രത്യേകത, ഒന്നാമത് നല്ല അടുക്കും ചിട്ടയും ആർന്ന ഗായക സംഘം, നല്ല പ്രസംഗകർ, നല്ല തീം, എല്ലാ രീതിയിലും മനോഹരമായിരുന്നു. പക്ഷേ അവിടുത്തെ ഭക്ഷണം, പായസം കൂട്ടി ഉൾപ്പെടെയുള്ള ഭക്ഷണം, അതിനൊക്കെ നേതൃത്വം വഹിച്ച, അതിനൊക്കെ കഠിനാധ്വാനം ചെയ്തൊരു ദൈവദാസനാണ് ബേവർഗീസ് പാസ്റ്റർ. ഭക്ഷണത്തിന് ഈ പ്രാവശ്യം പാസ് പോലും ഇല്ലാതെ വരുന്ന മറ്റു ഡിനോമിനേഷനുള്ള ആളുകൾക്ക് പോലും അവിടെ വന്ന് ഭക്ഷണം കഴിക്കാവുന്ന, മറ്റ് പെന്തക്കോസ്ത് വിഭാഗത്തിലുള്ള ആളുകൾക്കെല്ലാം പങ്കെടുക്കാവുന്ന രീതിയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ മാറ്റിമറിച്ചു. അത് ഏറ്റവും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. അതിൽ ആ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ, കൺവെൻഷനെക്കുറിച്ചുള്ള വളരെ സന്തോഷകരമായിരുന്നു ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ. അതിനെക്കുറിച്ച് ഒരു വിലയിരുത്തലുന്നു. കൺവെൻഷൻ കർത്താവിൻ്റെ കൃപയാൽ ദൈവമക്കളുടെ പ്രാർത്ഥന ഫലമായി വളരെ അനുഗ്രഹമായിരുന്നു. മുമ്പേ പറഞ്ഞല്ലോ ഫുഡിൻ്റെ കാര്യം, ഒരാളൊറ്റയ്ക്കല്ല ചെയ്ത്, ഞങ്ങൾ ഒന്നിച്ച്, എക്സിക്യൂട്ടീവ് ഒന്നിച്ച് അധ്വാനിച്ചു, ഒന്നിച്ച് പ്രവർത്തിച്ചു. വാസ്തവത്തിൽ ഞങ്ങൾ പറഞ്ഞതൊക്കെ കാര്യമായിട്ട് ചെയ്യുവാനും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഐഡിയക്കാൾ നല്ല ഐഡിയ മറ്റുള്ളവർക്കുണ്ടായതുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് 4 കൂടെ ആത്മാർത്ഥമായി അധ്വാനിച്ചു. ഈ കൺവെൻഷൻ ഏറ്റവും വിജയമാകണം എന്നാഗ്രഹിച്ചു. ഈ കൺവെൻഷനിൽ ഒരു പോരായ്മയും വരുവാൻ പാടില്ല എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചു. അതാ വിജയം അവിടെയാണ്. പിന്നെ ദൈവമക്കളുടെ പ്രാർത്ഥന, അതിലുപരിയായി ഞങ്ങളുടെ മൊത്തത്തിലുള്ള ആഗ്രഹമായിരുന്നു എല്ലാവർക്കും ആഹാരം കൊടുക്കണം, കൂപ്പൺ ഇല്ലാതെ കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ടായി. ഈ പ്രാവശ്യം ഞങ്ങൾ ആദ്യമേ ചിന്തിച്ചത് 12 കൂട്ടം കൂട്ടാനും കൂട്ടി പായസവും കൂട്ടി ഊണ് കൊടുക്കാൻ, അതിൻ്റെ ക്രമീകരണമാണ് ഞങ്ങൾ ചെയ്തത് ആദ്യം. അപ്പോഴാണ് പലരും വന്ന് പറഞ്ഞു, നിങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ ശരിയാകത്തില്ല. അങ്ങനെ പെട്ടെന്ന് നല്ല രീതിയിൽ കുറേ കൂടെ വിപുലീകരിക്കാൻ നോക്കിയത്. അതൊക്കെ വാസ്തവത്തിൽ ശരിക്കതിൻ്റെ പുറകിൽ ഭക്ഷണത്തിനോടുള്ള ബന്ധത്തിലും പന്തലിനോടുള്ള ബന്ധത്തിലും ഒക്കെ ഞങ്ങളൊക്കെ എല്ലാം ഒന്നിച്ച് വളരെ മനോഹരം, എല്ലാത്തിനോടുള്ള ബന്ധത്തിലും പുറകിൽ വാസ്തവത്തിൽ ശരിക്കും അധ്വാനിച്ചത് ഡോക്ടർ ജോൺ ജോസഫ്. അദ്ദേഹം ആ കഷ്ടപ്പെട്ടത് വാസ്തവം ശരിക്കും, അത് മുഴുവൻ ക്രെഡിറ്റും അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കാൻ എനിക്കൊക്കെയില്ല. എന്നാൽ ദൈവം ഞങ്ങളുടെ ഒന്നിച്ചുള്ള അധ്വാനം അങ്ങ് സഫലമാക്കി. ശരിക്കും അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ പാസ്റ്റർ ബേവർഗീസ് വരണമെന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്നും പാസ്റ്റേഴ്സിൻ്റെ ഇടയിൽ നിന്നും ശക്തമായ ഒരു അഭിപ്രായം ഉയരുന്നതായിട്ട് എനിക്കറിയാനായിട്ട് സാധിച്ചു. അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വന്നാൽ ആത്മീയമായും ഭൗതികമായും ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഒട്ടനവധി ആഗ്രഹങ്ങളാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുള്ള മതത്തിൽ കർത്താവിൻ്റെ വരെ താമസമെങ്കിൽ ചെയ്യുവാനുള്ള ആഗ്രഹം. വസ്തുവിൻ്റെ ആഗ്രഹമുണ്ടായിരുന്നു, അതിങ്ങനെ ക്രമീകരണം വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ചൊക്കെ മേടിച്ചു.
പിന്നെ ബിൽഡിങ് അതിൻ്റെ പുറത്ത് പണിയുന്നതിനെക്കുറിച്ച് ആഗ്രഹിച്ചു. അത് വേണ്ട രീതിയിൽ നടക്കാനൊക്കാത്ത സാഹചര്യത്തിലാണ്. ഇനിയും ബിൽഡിങ് വേണം, നമുക്കൊരു ഓഡിറ്റോറിയം വേണം. ഇതെല്ലാം കൂടാതെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് അഭിമാനമായിട്ട് ഒരു ട്രേഡ് സ്കൂളോ ഒരു ടെക്നിക്കൽ സ്കൂളോ എന്തെങ്കിലും നമുക്ക് ഒരു നേഴ്സിംഗ് സ്കൂളോ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് അത്യാവശ്യമാണ്. ഈ രാഷ്ട്രീയക്കാരെ നമ്മുടെ ഈ യോഗങ്ങളിൽ സജീവമായി വരുന്നതിനോടുള്ള പാസ്റ്ററുടെ അഭിപ്രായം എന്താണ്? വലിയ മന്ത്രിമാരും എം പിമാരും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വരുന്നതിനോടുള്ള ദേവദാസിൻ്റെ അഭിപ്രായം എന്താണ്? നമ്മുടെ കൺവെൻഷനുകളിൽ അവർക്ക് വരാം, ആർക്കും വരാം. നമ്മളൊരു പബ്ലിക് കൺവെൻഷനാണ് നടക്കുന്നത്, ആർക്കും വരാം. അവരെ അവരുടേതായ മാന്യതയിൽ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ കൺവെൻഷൻ്റെ പ്രസംഗം നിർത്തിയിട്ട് ഒരാൾക്ക് കൊടുക്കുകയോ പ്രസംഗത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ ആ ആത്മീയ അന്തരീക്ഷത്തിന് തടസ്സം വരുത്തുകയോ ചെയ്യാതെ വേണം നമ്മളവരെ സ്വീകരിക്കാൻ. അവരെ സ്വീകരിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ അവരും കൂടെ സുവിശേഷം കേട്ടു പോകട്ടെ, അല്പം നേരം ഇവിടെ ഇരിക്കട്ടെ, വചനം കേൾക്കട്ടെ. ഉഗാണ്ടയിലെ പ്രസിഡന്റ് ഇരുന്ന പോലെ ഇവരും ഇരിക്കട്ടെ. ഈ ശരിക്കും ഇന്ന് രാജ്യം നേരിടുന്ന ക്രൈസ്തവ സമൂഹത്തിന് നേരിടുന്ന കഠിനമായ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ IPCയുടെ നേർനിരയിൽ നിൽക്കുന്ന ദൈവദാസന് എന്നുള്ള നിലയിൽ ഈ പ്രതിസന്ധികളെ എങ്ങനെ നമുക്ക് തരണം ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും? യേശുക്രിസ്തുവിൻ്റെ കാലം മുതൽ നമ്മളെടുത്താലും മുൻപോട്ട് പഴയ നിയമകാലം എടുത്താലും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഏത് കാലത്തുമുണ്ട്. അതിനെ തരണം ചെയ്തേ നമുക്ക് പറ്റുകയുള്ളൂ. അത് നമുക്ക് ഏകരായിട്ട് ഒക്കുകയില്ല. ദൈവകൃപയുണ്ട്. ദൈവത്തിൻ്റെ കാര്യം ദൈവം സാധിപ്പിക്കും, ദൈവം നടത്തും. എന്നാൽ പ്രതിസന്ധി വരുന്നതാണ് യഥാർത്ഥ ഒരാത്മീയന് മുമ്പോട്ട് പോകാനുള്ള കരുത്ത്. പ്രതിസന്ധി ഇല്ലെന്നുണ്ടെങ്കിൽ സംഗതി ശരിയാകുകയില്ല. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞത് കൊണ്ടാണ് സഭ അടുത്ത ശൗലിനെ ദൈവം ഉയർത്തിയത്, സഭ വളർന്നത്. ചെതറുകയും സഭ വളരുകയും ചെയ്തത്. തീർച്ചയായും പ്രതിസന്ധി വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിലെല്ലാം നമ്മളെല്ലാം സുഖലോലുപന്മാരായി ലഭിക്കുന്ന നന്മ ദൈവം അനുഗ്രഹങ്ങൾ തരുമ്പം അതിലങ്ങ് മുമ്പോട്ട് പോകും. ദൈവ ആശ്രയം കൂടുതലുണ്ടാകുകയുള്ളൂ, ദൈവത്തിൽ വിശ്വാസം കൂടുതലുണ്ടാകുകയുള്ളൂ. ഈ വാസ്തവത്തിൽ ഇന്ന് പെന്തക്കോസ്ത് സഭ പൊതുവെ IPC എന്നല്ല മൊത്തത്തിൽ ഒരു രാഷ്ട്രീയ വൽക്കരണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയെ ആത്മീയമായി പ്രാർത്ഥനാരൂപിയാൽ ദൈവാശ്രയത്താൽ കഠിനമായ വിശ്വാസമുള്ള ആദ്യകാല സ്നേഹത്തിലേക്കും സഭയെ എങ്ങനെ വരും നാളുകളിൽ നമുക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയും? എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന വലുതായിരുന്നു, വിശ്വാസം വലുതായിരുന്നു. എൻ്റെ രോഗമാണ് വാസ്തവത്തിൽ 600 സഭയുടെ വളർച്ചയ്ക്ക് കാരണം. ആ തീരുമാനത്തിലൂടെ ചെന്ന് ദൈവം വിടുതൽ കൊടുത്തപ്പോഴാണ് ഒട്ടനവധി പേർ മുമ്പോട്ട് വന്നത്. അപ്പോൾ ഏത് കാലത്തും പ്രതിസന്ധിയും പ്രതികൂലവും രോഗവും പീഡയും സഭയ്ക്കോ ദൈവജനത്തിനോ ഉണ്ടായിട്ടുണ്ടോ ആ സഭകൾ വർദ്ധിച്ചിട്ടുണ്ട്, അവരുടെ വിശ്വാസം വളർന്നിട്ടുണ്ട്, അവർ ധീരരായി അവസാനം വരെ നിന്നിട്ടുണ്ട്. സത്യമാണ്. പറഞ്ഞല്ലോ സഭ പൊളിറ്റിക്കൽ രീതിയിൽ പോകുന്നുവെന്ന്. ഇല്ല, സഭ ഒരിക്കലും പോകുന്നില്ല. സഭയിലുള്ള ചില വ്യക്തിത്വങ്ങൾ പൊളിറ്റിക്സ് ഇറക്കി, പൊളിറ്റിക്സ് സഭയിലാക്കി, പൊളിറ്റിക്കൽ ജനത്തെയും കൂടെ നയിക്കാൻ ആഗ്രഹിച്ച് ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. സഭയുടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ വിശ്വാസമോ അതിൻ്റെ തീരുമാനമോ അതിൻ്റെ പ്രതിഷ്ഠയോ ഇറങ്ങിത്തിരിച്ച കാലയളവിൽ പിതാക്കന്മാർ വെച്ചതിനോ യാതൊരു മാറ്റവും വന്നിട്ടില്ല, വരാനും ഒക്കെയില്ല. അത് എല്ലാ വേർപെട്ട സമൂഹങ്ങളിലും. എന്നാൽ ഇതിനകത്ത് പൊളിറ്റിക്സ് ഇറക്കുന്നവരുണ്ട്, അവരെ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ ആ കാര്യങ്ങൾ ക്രമീകരണം ചെയ്തോളൂ. ലോകം മുഴുവൻ അങ്ങയുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം ശ്രവിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ള ഒരു സന്ദേശം പങ്കിടാവോ? എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം ആദ്യമായിട്ട് അറിയിക്കുന്നു. ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രമേ എന്നേക്കും ജീവിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ച് സന്തോഷത്തോടെ അനുഭവിച്ച് ദൈവത്തോട് നന്ദിയുള്ളവരായി എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ മിടുക്ക് കൊണ്ടോ എൻ്റെ സാമർഥ്യം കൊണ്ടോ ഞാനായി എന്ന ഭാവം വരാതെ ദൈവം എന്നെ കൊണ്ടുവന്നു, ദൈവം എന്നെ ഇത്രത്തോളമാക്കി എന്നുള്ള ചിന്തയിൽ താഴ്മയോടെ വിനയത്തോടെ ദൈവഭയത്തോടെ ദൈവമക്കളായി ജീവിച്ചാൽ ഈ ലോകത്തിൽ മാത്രമല്ല നിത്യതയിലും കർത്താവിനോടൊപ്പം ചെലവഴിക്കാം. അപ്പം നിത്യതയാണ് നമുക്ക് വിഷയം. നിത്യതയ്ക്ക് വേണ്ടി എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യ പ്രേക്ഷിതർ കേൾക്കുന്ന സകലരും ഒരുങ്ങിയിരിക്കണം.
കർത്താവിനെ സ്വന്തം രക്ഷയായി സ്വീകരിച്ച് ദൈവമക്കളായി യഥാർത്ഥത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് കഴിച്ചാൽ കർത്താവ് എത്രയും വേഗം കടന്നു വരും. ആ വരവിനോട് നമ്മൾ ഒരുങ്ങിയിരിക്കണം. അനേരെ ഒരുക്കുവാൻ നമ്മളും തയ്യാറാകണം. എല്ലല്ലുപരി ദൈവസ്നേഹം നമ്മൾ കൂടെ പുറത്തു വരണം. അതാ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു. ക്രൈസ്തല ഇത്ര നേരം സഹകരിച്ചതിന് പ്രത്യേകം ദൈവദാസനോട് നന്ദി പറയുന്നു. 90 സങ്കീർത്തനത്തിൽ നാം വായിക്കും പോലെ, കർത്താവെ തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമാകുന്നു എന്ന് ദാവീദ് പ്രഖ്യാപിക്കുകയാണ്. കർത്തൃദാസൻ റവറൻ ഡോക്ടർ ബേബി വർഗീസിൻ്റെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതേ അനുഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിതാവും മാതാവും കഠിനമായ ദൈവാശ്രയമുള്ളവരും പ്രാർത്ഥന അരൂപിയാൽ നിറയപ്പെട്ടവരും, ഏത് പ്രതിസന്ധിയിലും ദൈവം ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കും. എബ്രായ ബാലന്മാർ പറഞ്ഞതുപോലെ, ഞങ്ങളെ ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ കർത്താവിനോടൊപ്പം നിൽക്കും എന്നുള്ള കഠിനമായ തീരുമാനമുള്ള മാതാപിതാക്കന്മാരാൽ ജനിച്ച ഈ ദൈവത്തിൻ്റെ ദാസൻ ഇന്ന് ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭയുടെ മുൻനിരയിലെത്തിയിരിക്കുകയാണ്. പെന്തക്കോസ് സഭകൾക്ക് ആകമാനം ക്രൈസ്തവ സഭയ്ക്ക് അഭിമാനമായി മാതൃകാപരമായ ജീവിതത്തിലൂടെ താൻ, തൻ്റെ കുടുംബം, തൻ്റെ സഹോദരങ്ങളെല്ലാം സാക്ഷ്യമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നു. താൻ എടുത്ത ബൈബിൾ കരങ്ങളിലെടുത്ത് യേശുവിൻ്റെ പാത പിന്തുടരുവാൻ തൻ്റെ മകനും ദൈവം ഭാഗ്യം കൊടുത്തിരിക്കുന്നു. നമുക്കും ഈ ദൈവത്തെ ആഴമായി സ്നേഹിക്കാം, സേവിക്കാം, ഈ ദൈവത്തോടൊപ്പം നമ്മുടെ ജീവിതയാത്ര നയിക്കാം. അതിനായി പരിശുദ്ധാരൂപി നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഈ എപ്പിസോഡിന് ഇവിടെ വിരാമം കുറിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമുക്കിതേ സമയം കണ്ടുമുട്ടാം. അതുവരേക്കും ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ മേൽ വാഴുമാറാകട്ടെ.